ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നെല്ലിക്ക കൊണ്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഒരുപാട് നാൾ എടുത്തു വയ്ക്കാൻ പറ്റിയ തരത്തിലുള്ള അച്ചാറൊന്നുമല്ല, പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള അച്ചാർ. അതിനു മുമ്പ് ഞാൻ ഈ ചാനലിനെ കുറിച്ചൊന്ന് പറയാം. ഈ ചാനലിൽ 2 മുതൽ 4 മിനിറ്റ് ദൈർഘ്യമുള്ള കുക്കിംഗ് വീഡിയോസാണ് ഇടാറ്. ചാനൽ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസുള്ള ഒരുപാട് മൂക്കാത്ത നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അത് ആദ്യം ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് നെല്ലിക്ക വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നെല്ലിക്ക ഇതുപോലെ നടുവിലൊരു വര വീണിട്ട്, അതായത് ആ വിള്ളൽ പോലെ വന്നിട്ട് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ആറിയതിന് ശേഷം ഒന്ന് ഉരിച്ചെടുക്കണം. ഈ വിള്ളൽ വീണിരിക്കുന്ന കാരണം നമുക്ക് നെല്ലിക്കയുടെ ഉള്ളിലുള്ള കുരു മാറ്റിയെടുക്കാൻ വളരെ ഈസിയാണ്. എല്ലാ നെല്ലിക്ക ഇതുപോലെ വിള്ളൽ വന്നിട്ടുണ്ടാവണമെന്നില്ല കേട്ടോ. അതിൻ്റെ അർത്ഥം അത് വെന്തിട്ടില്ല എന്നൊന്നുമല്ല. അപ്പോൾ ഈ ഒരു നെല്ലിക്കയിൽ കണ്ടില്ലേ, ആ വര വീണിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ടൊന്ന് ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഉരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നെല്ലിക്ക നല്ല വലിപ്പത്തിലല്ലേ കിടക്കണത്. നമുക്ക് അച്ചാറിടാൻ ഇത്ര വലിയ പീസല്ല വേണ്ടത്. അപ്പോൾ അതിനൊന്ന് മുറിച്ചെടുക്കണം. ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് യൂസ് ചെയ്ത് തീർക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അച്ചാറിലിടുന്ന മുളക് പൊടി ഉപ്പൊക്കെ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. വലിയ വലിയ പീസാവുമ്പോൾ അത് കുറച്ച് സമയം എടുക്കും അതിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതേ ഇപ്പോൾ നെല്ലിക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്, വെളുത്തുള്ളി തോല് കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്നതും പച്ചമുളകുമാണ്. ഇനി ഞാൻ ആദ്യം ചെയ്യുന്നത് കുറച്ച് ഉലുവ വറുത്തെടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നെല്ലിക്കയുടെ അളവിന് 1.25 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറുമ്പോഴത്തേനും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് അധികം തന്നെ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാർ എപ്പോഴും നല്ലെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് അധികം നാൾ കേടുകൂടാതെ ഇരിക്കും. അത്രയേ ഉള്ളൂ. നല്ലെണ്ണ ഒന്ന് ചൂടായി വന്നതും അതിലേക്ക് ഞാൻ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തിട്ട് അതിൻ്റെ കളറൊന്ന് മാറാൻ തുടങ്ങുമ്പോഴത്തേനും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് അധികം തന്നെ മുളക് പൊടി, അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. എരിവിന് ആവശ്യത്തിനുള്ളതെന്ന് വെച്ചോളൂ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേനും നെല്ലിക്ക നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഈ നെല്ലിക്ക ആ കൂട്ടിൻ്റെ കൂടെ ചേർന്നിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പെരിങ്കായത്തിൻ്റെ പൊടി, പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന ഉലുവയില്ലേ, അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഉലുവാപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഇളക്കും തോറും അത് പെട്ടെന്ന് തിക്കാവാൻ തുടങ്ങും. അപ്പോൾ അച്ചാർ നമുക്ക് ഒരുപാട് തിക്കായ നന്നല്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. വിനാഗിരിയും കൂടി ഒഴിച്ചിരിക്കുന്ന കാരണം അത്ര പെട്ടെന്നൊന്നും കേടുവരില്ല. എന്നാലും മാക്സിമം 10 ദിവസം കൊണ്ട് ഈ അച്ചാർ കാലിയാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ വീട്ടിൽ അച്ചാർ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.